പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ വചനം ശ്രദ്ധിച്ചോണേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ വചനം നമ്മൾ കൃപയായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത് നിൽക്കുന്നവരോടൊക്കെ പറ്റുമെങ്കിൽ ഈ വചനം ഒന്ന് പറഞ്ഞു കൊടുക്കണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതേന്ന് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മൾ ആരോടാ പറഞ്ഞത്? അടുത്ത് നിൽക്കുന്നവരോടല്ല പറഞ്ഞത്. ഇനി എന്ത് ചെയ്യണം? ഈ വചനം നമ്മളോട് പറഞ്ഞ് സ്വീകരിക്കണം. എൻ്റെ ജീവിതത്തിൽ, യെസ്, ഇൻ മൈ ലൈഫ്. ഇപ്പൊ നമ്മൾ അടുത്തുള്ളവരോടല്ല പറഞ്ഞ്, ഇതെൻ്റെ ജീവിതത്തിൽ ഈ വചനം സംഭവിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചാലോ? പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ ആവസിക്കും. ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ മീ. യെസ്, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മനസ്സിലായോ? എൻ്റെ പ്രിയരെ, നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മുടെ ഈ സാധാരണത്വത്തെ എക്സ്ട്രാ പവർഫുള്ളായിട്ടുള്ള ഒരു അനോയിൻറ്റിങ്ങിലേക്ക് നയിക്കാൻ പരിശുദ്ധ അമ്മയെ സഹായിച്ച ശക്തിയാണ് ഈ വചനം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വീക്കാണെങ്കിൽ, ബലഹീനരാണ്, അസ്വസ്ഥരാണ്, ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ വട്ടമിട്ട് കിടക്കുവാണ്, രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ഉണ്ടാവും ചില കാര്യങ്ങളൊക്കെ, ചില തകർച്ചകൾ വന്നിട്ട് നമുക്കൊരു സ്വസ്ഥതയില്ല, ഉണ്ടാവുന്നു. ഇതിൻ്റെ ഒത്ത നടുവിൽ ഈ വചനം അങ്ങ് പിടിച്ചോണം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും, ഇതെന്നിൽ സംഭവിക്കട്ടെ. ഈ വചനം നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ചുണ്ടല്ലോ, ഈ വചനം നമ്മുടെ ജീവിത അവസ്ഥയെ മാറ്റിമറിക്കും. ഹല്ലേലൂയ, അതാണ് അതിൻ്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് മറിയം എന്ന സാധാരണക്കാരുടെ ജീവിത അവസ്ഥ മാറ്റിമറിച്ചതുപോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ അവസ്ഥ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ ശക്തിയിൽ അത് മാറ്റിമറിക്കും. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ എന്താണ് ഗുണം, എനിക്കെന്ത് മെച്ചമെന്ന് ചിന്തിക്കുന്ന ഓരോ വ്യക്തിയും ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? പരിശുദ്ധ അമ്മയിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മ ശക്തി നിന്റെ ജീവിത അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും.